അസ്സലാമലൈക്കും. എല്ലാവർക്കും ഫുഡ് ഓൺ ക്യാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡിന്നറിന് അധിക പേരും ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവരായിരിക്കും അല്ലേ? അത് അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ട് കഴിക്കുന്നവരും ഉണ്ടായിരിക്കും, അല്ലാതെ രാത്രി അരിഭക്ഷണം വേണ്ട എന്ന് കരുതി കഴിക്കുന്നവരുമുണ്ടാകും. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി നമ്മുടെ നോർമൽ ചപ്പാത്തിയിൽ നിന്നും അതുപോലെ തന്നെ നാടൻ ചിക്കൻ കറിയിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി വേറൊരു ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തി റെസിപ്പിയും അതുപോലെ തന്നെ ഒരു ചിക്കൻ കറി റെസിപ്പിയുമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പീസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ റെസിപ്പീസിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഇത് മടക്ക് ചപ്പാത്തിയും ബട്ടർ ചിക്കനുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബട്ടർ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഈ 1 കിലോ ചിക്കൻക്ക് വേണ്ടി 2 ടീസ്പൂൺ ഗരം മസാല പൗഡർ വേണം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് വേണം. ഒരു 15 ബദാം പൊടിച്ചെടുത്തത് വേണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. 1 കപ്പ് നല്ല കട്ടിയുള്ള തൈര് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത കട്ടിയുള്ള തൈര്. പിന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫുഡ് കളർ, റെഡ് ഫുഡ് കളർ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. തൈര്, ഗരം മസാല, ടൊമാറ്റോ സോസ്, ബദാം പൊടിച്ചത്, ഫുഡ് കളർ, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളടുത്ത് ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ നമുക്കൊരു മീഡിയം സൈസ് തക്കാളി മിക്സിയിൽ അടിച്ചിട്ട് പ്യൂരി ഉണ്ടാക്കി ചേർത്ത് കൊടുത്താലും മതി. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് ചിക്കനുമായി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതൊരു 1 അവർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇങ്ങനെ മാറ്റി വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മാറ്റി വെക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കും. ഇനി പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ മാറ്റി വെക്കണമെന്നില്ല. പെട്ടെന്ന് തന്നെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 150 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ചിക്കനിലേക്ക് ബട്ടർ നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഓയിൽ ഉപയോഗിച്ചിട്ട് ഇത് യൂസ് ചെയ്യാം. ബട്ടർ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹോൾ സ്പൈസസ് എടുത്തിട്ടുണ്ട്. പട്ട, കറാമ്പൂ, ബേ ലീവ്സ്, ഏലക്കായ്. പിന്നെ ഇവിടെ കുറച്ച് തിക്ക് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല. ഇത് ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നതാണ് ഈ തിക്ക് ക്രീം. ഇതൊട്ടും നിർബന്ധമില്ല. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില, അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇതൊക്കെ കൂടി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് ഗ്രേവിയെല്ലാം ഒക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് മടക്ക് ചപ്പാത്തിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലേയർഡ് ആയിട്ടുള്ള മടക്ക് ചപ്പാത്തി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഇവിടെ ഒരു 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കിത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. നിങ്ങൾ എങ്ങനെയാണോ നോർമലായിട്ട് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് അതുപോലെ കുഴച്ചെടുത്താൽ മതി. ചൂടുവെള്ളത്തിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നോർമൽ വെള്ളത്തിലാണെങ്കിൽ അങ്ങനെ കുഴച്ചെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. ഇവിടെ നല്ല തിളച്ച വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഇത് നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു നനഞ്ഞ ക്ലോത്ത് കൊണ്ട് ഇത് നമുക്ക് മൂടി വെച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇങ്ങനെ നനഞ്ഞ ക്ലോത്ത് ഉപയോഗിച്ച് മൂടി വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഡ്രൈ ആവാതെ കിട്ടും. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്ത് 3 വലിയ ബോൾസാക്കി മാറ്റിയെടുക്കാം. ഇനി ഈ ചപ്പാത്തി പരത്തിയെടുക്കാൻ ഇവിടെ കുറച്ച് അരിപ്പൊടിയും അതുപോലെ തന്നെ നെയ്യും എടുത്തിട്ടുണ്ട്. നെയ്യിന് പകരം നിങ്ങൾക്ക് ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അരിപ്പൊടി ഉപയോഗിച്ച് പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് നേരത്തൊക്കെ പരത്തി വെക്കുകയാണെങ്കിൽ നമുക്കിത് ഒരു ചപ്പാത്തി മറ്റൊരു ചപ്പാത്തിയുടെ മുകളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും സഹായിക്കും. ഇനി ഇതിൽ നിന്നും ഒരു വലിയ ബോൾ എടുത്ത് നമുക്ക് ഇതുകൊണ്ട് ഒരു വലിയ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഇപ്പോൾ ഒരു വലിയ ചപ്പാത്തിയായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യും അതുപോലെ തന്നെ അരിപ്പൊടിയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ 2 സൈഡും നമുക്ക് ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഈ മടക്കിലും നമുക്ക് നെയ്യും അതുപോലെ തന്നെ അരിപ്പൊടിയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് മടക്കിയെടുക്കേണ്ട ആവശ്യമില്ല. മറ്റേ സൈഡ് നമുക്ക് വീണ്ടും ഉള്ളിലോട്ട് മടക്കിയെടുക്കാം. ഇങ്ങനെ ഓരോ മടക്കിലും നമുക്ക് അരിപ്പൊടിയും അതുപോലെ തന്നെ നെയ്യും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് നമുക്ക് മറ്റേ സൈഡ് എടുത്ത് ഇതിങ്ങനെ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നീളത്തിലുള്ള ഒരു ഷീറ്റായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡും നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു കറക്റ്റ് സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഓരോ ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ബോളിൽ നിന്ന് നമുക്ക് ഒരു സമയം കൊണ്ട് തന്നെ ഒരു 5 to 6 ചപ്പാത്തി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റ് നമുക്ക് കിട്ടി. അങ്ങനെ എല്ലാതും നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഈ ഷീറ്റ് നമുക്ക് പരത്തിയെടുക്കാം. ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്.
ഇനി നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പ് ആവുന്നില്ലെങ്കിൽ ഇതുപോലെ കത്തി ഉപയോഗിച്ചിട്ടൊന്ന് സ്ക്വയർ ചെയ്തെടുത്താലും മതി. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ കറക്റ്റ് സ്ക്വയറിലൊക്കെ ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എല്ലാ ചപ്പാത്തിയും ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ചപ്പാത്തി ആയിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ചെറിയ മടക്ക് ചപ്പാത്തിയാണ് കാണാൻ ഭംഗി. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അവിടെ കുറച്ച് നെയ്യോ ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ മടക്ക് ചപ്പാത്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ചിക്കൻ്റെയും മടക്ക് ചപ്പാത്തിയുടെയും കോമ്പിനേഷൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഈ കറി എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ചെറുതായിട്ട് സ്വീറ്റ് ഉള്ളൊരു കറിയാണിത്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ. കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഈ കറിക്ക് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.